ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോയിലൂടെ നമ്മൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി 2024 ഇൻകം ടാക്സ് പേപ്പറുമായി ബന്ധപ്പെട്ടിട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. പാർട്ട് എയിൽ 1 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഹൂ ഈസ് അസസി ഇൻ ഡീഫോൾട്ട്. ഹൂ ഈസ് അസസി ഇൻ ഡീഫോൾട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുന്നതിന് മുമ്പ് ആരാണ് അസസി, അസസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും നമുക്ക് പരിചയപ്പെടാം. ഇൻകം ടാക്സ് ആക്ട് 1961 സെക്ഷൻ 2 സബ്സെക്ഷൻ 7 അസസി ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സെക്ഷൻ 2 സബ്സെക്ഷൻ 7. ഹൂ ഈസ് ആൻ അസസി? എവരി ടാക്സ് പേയർ ഈസ് ആൻ അസസി. എവരി ടാക്സ് പേയർ ഈസ് ആൻ അസസി. ടാക്സ് അടക്കുന്ന എല്ലാവരെയും നമുക്ക് എന്തെന്ന് വിളിക്കാവുന്നതാണ്? അസസി എന്ന് വിളിക്കാവുന്നതാണ്. ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 7 ഓഫ് ദി ആക്ട്, ആൻ അസസി ഈസ് എ പേഴ്സൺ ബൈ ഹൂം ടാക്സ് or any other sum of money is payable under the act. അപ്പോൾ സെക്ഷൻ 2 സബ്സെക്ഷൻ 7 പ്രകാരം അസസി എന്ന് പറയുന്നത് എന്താണ്? ഒരു പേഴ്സൺ ആണ്. ബൈ ഹൂം ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി ഈസ് പേയബിൾ അണ്ടർ ദി ആക്ട്. ആ പേഴ്സൺ ടാക്സ് പേ ചെയ്യാൻ എലിജിബിൾ ആണെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് അസസി എന്ന് വിളിക്കാം. ടാക്സ് പേ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയെ മാത്രമല്ല നമ്മൾ അസസി എന്ന് വിളിക്കുന്നത്. പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? എനി അതർ സം ഓഫ് മണി ഈസ് പേയബിൾ അണ്ടർ ദി ആക്ട്. അതർ പേയ്മെൻറ്റ് നടത്തുന്നത്. അതർ സം ഓഫ് മണി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ്റിലേക്ക് ഫൈൻ, ഇൻട്രസ്റ്റ് ഓർ പെനാൽറ്റി പേ ചെയ്യുന്ന ഒരു വ്യക്തിയെയും നമുക്ക് അസസി എന്ന് പറയാം. ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 2 സബ്സെക്ഷൻ 7 പ്രകാരം ടാക്സ് പേ ചെയ്യുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് ഫൈൻ, ഇൻട്രസ്റ്റ്, പെനാൽറ്റി, അതർ സം ഓഫ് മണി പേ ചെയ്യുന്ന വ്യക്തിയെയും നമുക്ക് അസസി എന്ന് വിളിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കീ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹൂ ഈസ് ലൈബിൾ ടു പേ ടാക്സ്? അസസി ഇസ് എ പേഴ്സൺ ഹൂ ഈസ് ലൈബിൾ ടു പേ ടാക്സ്. ടാക്സ് പേ ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തിയെ നമുക്ക് അസസി എന്ന് വിളിക്കാം. സെക്കൻഡ് പോയിൻറ്റ്, any proceedings have been taken under the act for the assessment of his income. Any proceedings have been taken under the act for the assessment of his income. അതായത് അദ്ദേഹത്തിൻ്റെ വരുമാനം അല്ലെങ്കിൽ അയാളുടെ വരുമാനം വിലയിരുത്തുന്നതിനായി ഈ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്തെങ്കിലും നടപടികൾ, പ്രൊസീഡിങ്സ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തിയെ നമുക്ക് അസസി എന്ന് പറയാവുന്നതാണ്. തേർഡ് വൺ എന്ന് പറയുന്നത്, ഹൂ ഈസ് ഡീംഡ് ടു ബി ആൻ അസസി. ഇൻകം ടാക്സ് ആക്ട് പ്രൊവിഷൻ പ്രകാരം ഒരു ഡീംഡ് അസസിയെയും നമുക്ക് അസസി എന്ന് പറയാവുന്നതാണ്. ഫോർത്ത് പോയിന്റ്, ഹൂ ഈസ് ഡീംഡ് ടു ബി ആൻ അസസി ഇൻ ഡീഫോൾട്ട്. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രൊവിഷൻ പ്രകാരം അസസി ഇൻ ഡീഫോൾട്ട് വരുത്തുന്ന ആളെയും നമുക്ക് അസസി എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പോൾ ആരാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 7 പ്രകാരം ഒരു അസസി എന്ന് നോക്കി. അപ്പോൾ അസസിൻ്റെ ലാസ്റ്റ് 2 പോയിന്റ് നമ്മൾ പറഞ്ഞു. ഹൂ ഈസ് ഡീംഡ് ടു ബി ആൻ അസസി, ഹൂ ഈസ് ഡീംഡ് ടു ബി ആൻ അസസി ഇൻ ഡീഫോൾട്ട്. അപ്പോൾ ആരാണ് ഒരു ഡീംഡ് അസസി അല്ലെങ്കിൽ ആരാണ് ഒരു അസസി ഇൻ ഡീഫോൾട്ട് കാറ്റഗറിയിൽ വരിക? അപ്പോൾ നമുക്ക് നോക്കാം. ഹൂ ഈസ് എ ഡീംഡ് അസസി? എ പേഴ്സൺ ഹൂ ഈസ് ബൗണ്ട് ടു പേ ടാക്സ് ഇൻ റെസ്പെക്ട് ഓഫ് ദ ഇൻകം ഓഫ് അനദർ വൺ ഈസ് കോൾഡ് ഡീംഡ് അസസി. ഹൂ ഈസ് ബൗണ്ട് ടു പേ ടാക്സ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ദി ഇൻകം ഓഫ് അനദർ. ഒരാൾ മറ്റൊരാളുടെ ഇൻകത്തിന് മുകളിൽ ടാക്സ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥനാവുന്നു എങ്കിൽ അയാളെ നമുക്ക് ഡീംഡ് അസസി എന്ന് പറയാം. എന്താണ് ഡീംഡ് അസസി എന്ന് പറഞ്ഞാൽ? എ പേഴ്സൺ ഹൂ ഈസ് ലൈബിൾ ടു പേ ടാക്സ് ഓൺ ദി ഇൻകം ഓഫ് സം അതർ പേഴ്സൺ എന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എ എന്ന് പറയുന്ന വ്യക്തി ബി എന്ന് പറയുന്ന വ്യക്തിയുടെ ഇൻകത്തിന് മുകളിലാണ് ടാക്സ് പേ ചെയ്യുന്നത്. ബി ഏൺ ചെയ്ത ഇൻകത്തിന് മുകളിൽ എ ടാക്സ് പേ ചെയ്യുകയാണെങ്കിൽ എ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് ഡീംഡ് അസസി ആയിട്ട് പറയാം. എന്തുകൊണ്ടാണ്? എ എന്ന് പറയുന്ന വ്യക്തി ടാക്സ് പേ ചെയ്യുന്നത് മറ്റൊരാളുടെ ഇൻകത്തിൻ്റെ മുകളിലാണ്. ബി എന്ന് പറയുന്ന വ്യക്തി മറ്റൊരാൾ ഏൺ ചെയ്ത ഇൻകത്തിന് മുകളിലാണ് എ ടാക്സ് പേ ചെയ്തത്. അതുകൊണ്ടാണ് എയെ നമ്മൾ ഡീംഡ് അസസി എന്ന് പറയുന്നത്. അപ്പോൾ ആരൊക്കെ ആയിരിക്കും ഡീംഡ് അസസി എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. ടാക്സ് ഈസ് പേയബിൾ ബൈ എ ഗാർഡിയൻ ഓൺ ദി ഇൻകം ഓഫ് എ മൈനർ. ഒരു മൈനർ ചൈൽഡിൻ്റെ ഇൻകത്തിന് മുകളിൽ ആ കുട്ടിയുടെ ഗാർഡിയൻ ടാക്സ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ മൈനർ ചൈൽഡിൻ്റെ ഗാർഡിയനെ നമുക്ക് ഡീംഡ് അസസി എന്ന് പറയാം. അനദർ എക്സാമ്പിൾ, a legal representative on the income of a deceased assessee. Tax is payable by a legal representative on the income of a deceased assessee.
ഒരു ഡിസീസ്ഡ് അസസിയുടെ ഇൻകത്തിന് മുകളിൽ ടാക്സ് പേ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആണെങ്കിൽ ആ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിനെ നമുക്ക് ഡീംഡ് അസസി എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളോട് കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ആണ്, ഹൂ ഈസ് അസസി ഇൻ ഡീഫോൾട്ട്? ആരാണ് അസസി ഇൻ ഡീഫോൾട്ട് എന്ന കാറ്റഗറിയിൽ വരുന്നത്? വെൻ എ പേഴ്സൺ liable to comply with the legal requirements under the act fail to do so, he become an assessee in default. ഇൻകം ടാക്സ് ലോ പ്രകാരം പറയുന്ന ലീഗൽ ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ ലീഗൽ റിക്വയർമെൻറ്റ്സ് കൃത്യമായിട്ട് പാലിക്കാത്ത വ്യക്തികളെയാണ്, അല്ലെങ്കിൽ അതിൽ ഡീഫോൾട്ട് വരുത്തുന്ന, ഈ നിയമങ്ങളിൽ അത് കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ ഡീഫോൾട്ട് വരുത്തുന്ന ആൾക്കാരെയാണ് അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറയുന്നത്. In case of a person who is responsible for fulfilling an obligation under the Income Tax Act, but he failed to do so. അദ്ദേഹം റെസ്പോൺസിബിൾ ആണ് ഈ എല്ലാ ഒബ്ലിഗേഷനും ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ അദ്ദേഹം അത് പാലിക്കുന്നില്ല. സോ ഹി ഫെയിൽ ടു ഡൂ സോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഡീഫോൾട്ട് വരുത്തുന്നു. അയാളെ അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറയാവുന്നതാണ്. അസസി ഇൻ ഡീഫോൾട്ടിന് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. In case of an employer, he has legal obligations to deduct tax at sources from the income of the people working under him. ഒരു എംപ്ലോയറിൻ്റെ കേസിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് സാലറി കൊടുക്കുന്ന സമയത്ത് ആ സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് തന്നെ ഒരു സർട്ടൈൻ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ലീഗൽ ഒബ്ലിഗേഷനാണ്. ദെൻ ഹി ഡെപ്പോസിറ്റ് ദി എമൗണ്ട് ഇൻ ഗവൺമെൻറ് ട്രഷറി. അങ്ങനെ സോഴ്സിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത എമൗണ്ട് ഈ എംപ്ലോയർ ഗവൺമെൻറ് ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ലീഗൽ ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്? എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അറ്റ് സോഴ്സ് അദ്ദേഹം ഒരു സർട്ടൻ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യണം. അങ്ങനെ ഡിഡക്റ്റ് ചെയ്ത എമൗണ്ട് അദ്ദേഹം ട്രഷറിയിൽ, ഗവൺമെൻറ് ട്രഷറിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയും വേണം. ഇമാജിൻ ഇഫ് ആൻ എംപ്ലോയർ he fails to deduct the tax, or after deducting he fails to deposit the amount in government treasury. അല്ലേ, അയാളിപ്പോൾ ഈ പറയുന്ന എമൗണ്ട് അറ്റ് സോഴ്സിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ഫെയിൽ ആവുകയാണ്, അല്ലെങ്കിൽ അയാൾ അതിൽ ഡീഫോൾട്ട് വരുത്തുകയാണ്, അല്ലെങ്കിൽ അയാൾ അത് ഡിഡക്റ്റ് ചെയ്തു. ദെൻ ഗവൺമെൻറ് ട്രഷറിയിൽ അദ്ദേഹം കൃത്യമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീഫോൾട്ട് വരുത്തുകയാണെങ്കിലോ, ഹി വിൽ ബി ട്രീറ്റഡ് ആസ് എ അസസി ഇൻ ഡീഫോൾട്ട്. അപ്പോൾ അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇൻകം ടാക്സ് ആക്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അസസ്മെൻറ്റ് പ്രൊസീജിയർ പ്രകാരം പറയുന്ന ഒരു റൂൾസോ കാര്യങ്ങളോ കൃത്യമായിട്ട് ഫുൾഫിൽ ചെയ്യാത്ത, ഈ ലീഗൽ റിക്വയർമെൻറ്റ്സ് ഒന്നും ഫുൾഫിൽ ചെയ്യാത്ത പേഴ്സൺസിനെ നമുക്ക് അസസി ഇൻ ഡീഫോൾട്ട് എന്ന് പറയാം. ഇപ്പോൾ എംപ്ലോയറിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വൺ ഹൂ ഫെയിൽസ് ടു പേ അഡ്വാൻസ് ടാക്സ് പേ ചെയ്യാൻ ഫെയിൽ ആയിട്ടുള്ളൊരു വ്യക്തിയെയും നമുക്ക് അസസി ഇൻ ഡീഫോൾട്ട് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്.